ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം IV300 ചെയ്തായിരുന്നു. ചെയ്ത് റെഡിയായ സെറ്റെല്ലാം നമ്മൾ കൊടുത്ത് ഒരു സെറ്റ് കൂടെ എനിക്ക് കൊടുക്കാനുള്ളൂ. ബാക്കി ഇനി കുറച്ചെണ്ണം കൂടെ വന്നിട്ടുണ്ട്. അതെല്ലാം പവർ സപ്ലൈ വോൾട്ടേജസ് കറക്റ്റ് അല്ല. അപ്പോൾ പവർ സപ്ലൈ വോൾട്ടേജിൻ്റെ IC നമ്മൾ മാറാൻ പോവാണ്. മാറിയിട്ട് ഓണാക്കി നോക്കുകയാണ്. അന്ന് കാണിച്ചില്ല, IC കാണിച്ചില്ല, പറഞ്ഞില്ല എന്നൊക്കെ ഒന്ന് പരാതി പറഞ്ഞവരൊക്കെ നല്ലപോലെ നോക്കിക്കോ. IC മാറാൻ പോവാണ്. പിന്നെ പമ്പ് വെച്ചൊന്നും ഞാൻ പറിക്കുന്നില്ല, ഞാൻ ഷീൽഡ് വെച്ച് തന്നെയാണ് പറിക്കുന്നത്. കാരണം ഈ ചെറിയ സാധനങ്ങൾ ഷീൽഡ് വെച്ച് പറിക്കുന്നതാണ് സുഖമെന്നല്ല, പ്രിൻ്റ് പോകാതിരിക്കും. പിന്നെ ഞാനത് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ നോർത്ത് കാണിച്ചെന്നുള്ളേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിന് പുച്ഛിക്കാനും കളിയാക്കാനും നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവരെയും കണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അതിനൊന്നും ഞാൻ ആളല്ല. പക്ഷെ ഞാൻ നല്ല ഉപദേശത്തോട് ചെയ്യുമ്പോൾ ചീത്ത പരിപാടികൾ കാണിക്കാൻ പാടില്ല. ഇപ്പം എനിക്കൊരു കഥ ഓർമ്മ വരുന്നത് എന്താണെന്ന് ചോദിച്ചാലേ, ഈ പണ്ടല്ല ഇപ്പോഴും അതെ, കടയിലൊക്കെ വന്ന് സാധനങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയും സാധനം സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മളെന്നാ പറയും, അല്ലെങ്കിൽ നമ്മളെടുത്ത് ഇന്ന സാധനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ആ സാധനം നമ്മുടെ കയ്യിലില്ല, അത് പഴയ മോഡലാണ്, പഴഞ്ചനാണ്, അത് കംപ്ലൈൻ്റ് ആണ്, അതിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അതിനെന്നാ വില എന്നാന്ന് ചോദിച്ചാൽ പറയും അത് ചെറിയ വിലയുള്ളായിരുന്നു, അതിന് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു, വിലക്കുറവായിരുന്നു. 100 രൂപയുടെ സാധനമാണെങ്കിൽ നമ്മൾ 10 രൂപയാണെന്ന് പറയും. അങ്ങനെ 10 രൂപ എന്ന് പറഞ്ഞ് ഈ കസ്റ്റമർക്ക് അത് തന്നെ വേണമെന്ന് വിചാരിക്കുക. അയാൾ അടുത്ത സ്ഥലത്ത് പോകുന്നു. അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആ സാധനം ഉണ്ടെങ്കിൽ എന്താണ്ട് നമ്മളിപ്പോൾ അഴിച്ച IC എന്ന് പറഞ്ഞാൽ C6200 എന്ന് പറഞ്ഞ IC ആണ്. C6200. അപ്പോൾ നമ്മളത് മാറ്റി ഇതാണ്ട് പുതിയ 6200 നമ്മൾ അങ്ങോട്ട് ഇട്ടു. ഇത് നമ്മൾ സോൾഡർ ചെയ്യാൻ പോവാണ്. ഇത് പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ ഈ IC പരിപാടി. ബോർഡിന് കംപ്ലൈൻ്റ് ആണെങ്കിൽ വേറെ പണിയാണേ. അത് ബോർഡ് വേറെ ചെയ്യാനും എല്ലാ ബോർഡും ഒന്നും ശരിയായിട്ട് കിട്ടത്തുമില്ല. അതിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ തിന്നറും പ്രശ്നം ഞാൻ എടുത്തേട്ടോ, വേസ്റ്റ്. ഇപ്പം നമ്മൾ അത് കാണുമ്പോഴേ അറിയാം. SC6200 ഏതാണ് മറിയത്? ഏതാണ് ഒരു മാർക്കറിങ് ആണ്. ഏതാണ് മറിയത്? ഇത് SC6200. ഓക്കെ, ഇത് ന്യൂ. ഇതിപ്പോൾ രണ്ടെണ്ണം അത് കിട്ടുള്ള. ഒരെണ്ണം നമുക്ക് മാറിയിട്ടോ അടച്ചു വെച്ചോ, വർക്കാവുമെന്ന്. സത്യത്തിൽ രണ്ടും മാറണം. അല്ല, നമുക്കിപ്പോൾ ഒരെണ്ണം മാറി നോക്കാം. ബോർഡ് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തിട്ട് വേണം കേട്ടോ ഈ പവർ സപ്ലൈ അടിച്ച് ചുമ്മാ പോകല. എന്തെങ്കിലും ഒരു കാരണം കൊണ്ടൊക്കെയാണ് പവർ സപ്ലൈ അടിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ എന്നാണേലും ഒന്ന് നോക്കുകയാണ്. ചിലപ്പം ശരിയാകണം. രണ്ടും മാറാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ ഒരെണ്ണം മാറിയിട്ടൊന്ന് ഓണാകുമെന്ന് നോക്കാം, എന്നിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോകാം. ഇത് അതിൻ്റെ വെട്ടി തന്നെ വെച്ചാലേ ആ വയറൊക്കെ കുത്തത്തുള്ളൂ. പുറത്ത് വെച്ച് കുത്താവോ എന്ന് ചോദിച്ചാൽ പുറത്ത് വെച്ച് കുത്താം, അകത്ത് കയറ്റണമെന്നില്ല. ഓണായി കണ്ടിട്ട് കയറ്റിയാലും മതി. അതുകൊണ്ട് ഇവിടെ ഈ ഒരു സപ്ലൈ കൊടുത്താൽ ഈ ഒരെണ്ണം കൊടുത്താൽ ഇത് ഓണാവും. എന്നാലും വെക്കാൻ, അതിൻ്റെ ഇടയ്ക്ക് വെക്കാൻ ഒരു പ്ലാസ്റ്റിക് പോലെ എന്തെങ്കിലും കുക്കോ. ഓണായില്ല.
ഓക്കെ, ഇനി അടുത്ത ഐ സി ഇവിടെ മാറി നോക്കാം. ഒരു ഐ സി മാറി വായിക്കാം. ഇനി അടുത്ത ഐ സി മാറി നോക്കാം. ഐ സി ഒക്കെ മാറുന്നതിന് മുമ്പ് എൻ്റെ കാലെല്ലാം നല്ലപോലെ ചുരണ്ടണം. എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇടാൻ വേണം. എന്താ ചുമ്മാ ഒന്നും ഇടരുത്. അതിലെല്ലാം ഈ ഓക്സൈഡ് കാണും. അപ്പോൾ ഇപ്പം നമ്മൾ ന്യൂന്ന് എഴുതി വെച്ച് നന്നായി. അല്ലെങ്കിൽ ന്യൂ കാണുമ്പോഴേ അറിയാം. മറ്റേത് അപ്പടി മഞ്ഞ ഐസിയ. ഷീൽഡ് അവിടെ പോയി. ഇച്ചിരി ഷീൽഡ് പുതിയ എടുത്തത്. ഇത് അങ്ങ് തീർന്നു. ശരിയുണ്ട്, അത് മതി. അപ്പോൾ അടുത്ത എ സി കഴിക്കുകയാണ്. 8 കാലാണെങ്കിലും 7 കാലിലെ കണക്ഷനുള്ളൂ. 8 കാലാണെങ്കിലും 7 കാലിന് കണക്ഷനുള്ളൂ. അതിന് ഒരു കാലിന് കണക്ഷൻ കൊടുക്കാത്ത? ഒരു കാലിന് കണക്ഷൻ വേണ്ട. ഐ സിയുടെ ഫങ്ഷൻ അങ്ങനെയാണ്. ചില ഇതേ ടൈപ്പ് സ്വിച്ചിങ് ഐ സിക്ക് അവിടെ 7 കാലേ കാണുള്ളൂ. 8 കാല് പോലും കാണില്ല. കാരണം തുള പോലും ഇടുണ്ടല്ലോ. പിന്നെ ഇതാണ് പുതിയതായിട്ട് വന്ന ഇതിൻ്റെ ഐസികൾ. കുറേ ഐസി പുതിയതായിട്ട് വന്നു. തിന്നണം ബ്രഷ് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തിന്നണം ബ്രഷുമായിട്ട് നിൽക്കണം. താലപ്പൊലി. താലത്തിൽ വെള്ളമെടുത്ത് വെൺകച്ചയും അരയിൽ ചുറ്റി. മുഴുവൻ കുത്താഞ്ഞിട്ടാണോ ഓണകത്തൊന്നും കൂടെ അറിയണം. ഓക്കെ, നിൽക്കട്ടെ. 2 ഐ സി മാറി. ഇനിയിപ്പം വേറെ വല്ല പ്രശ്നമുണ്ടോ എന്ന് അറിയത്തില്ല. മുഴുവൻ സാധനവും നമ്മൾ കുത്തിയില്ല. ഇനി അതിൻ്റെ ആണോ? ഫോൾട്ടേ ഉണ്ടല്ലോ അവിടെ. കുത്താഞ്ഞിട്ടാണല്ലോ അങ്ങനെയാണ്.
നോക്കട്ടെ. ഇല്ല, അതിൻ്റെ സപ്ലൈ, ഇതിൻ്റെ സപ്ലൈ. ഇത് മദർ ബോർഡാണോ? ഓക്കെ. രണ്ട് IC ഇട്ടിട്ടും ശരിയായില്ലല്ലേ? 2 IC ഇട്ടിട്ടും ശരിയായില്ല. പിന്നെ എന്നാ ചെയ്യും? ഇനി വോൾട്ടേജുകൾ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന IC കംപ്ലൈൻ്റ്, ഇത് കൊണ്ട് വരുന്ന കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിക്കണം. മനസ്സിലായില്ലേ? ഇത് രണ്ടും ചേട്ടാ അങ്ങോട്ട് താഴോട്ട് വെച്ചാൽ ഇനി അപ്പോൾ IC ഒന്നെങ്കിൽ ചള്ളാണ്, അല്ലെങ്കിൽ ഈ ബോർഡിന് വേറെ കംപ്ലൈൻ്റ് ആണ്, IC അല്ല. നമുക്ക് അടുത്ത ബോർഡിൽ IC ഇട്ട് നോക്കാം. നോക്കട്ടെ. അടുത്ത ബോർഡിൽ IC ഇടാൻ പോവുകയാണ്. ഈ റിപ്പയറിങ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം പരിപാടി നിർത്തി പോകുന്നത് ഇങ്ങനെയാണ്. നമുക്ക് വരുന്ന സ്പെയറുകൾ പലതും വർക്ക് ചെയ്യല. വർക്ക് ചെയ്യാതെ വരുമ്പം എന്നാ ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകൊണ്ടേ ഇരിക്കും. ഇത് നല്ല വിലയുള്ള IC-യാണ്. ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇട്ടു. ഇനി IC-യുടെ അല്ലെങ്കിൽ ആ ബോർഡ് വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കും, അതിന് തപ്പിയെടുക്കണം. എന്നാണ് ഈ ബോർഡിൽ ഞാൻ ഇട്ട് നോക്കുകയാണ്. 3-4 ബോർഡുണ്ട്. വർക്ക് ചെയ്യുന്ന ബോർഡുണ്ട്, വർക്ക് ചെയ്യാത്ത ബോർഡുണ്ട്. പോർട്ട് സെറ്റായിട്ട് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചേ അതിന് ബുദ്ധിമുട്ട് വരുന്നത് ഇവിടെയാണ്. ഒത്തിരി സെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ചെയ്യാൻ പറ്റും. അങ്ങനെ കാശ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പം ഇതുപോലെ കഷ്ടപ്പെട്ട് ഇതുപോലെ റിസ്ക് എടുത്ത് പണിത് കൊടുത്തു കഴിയുമ്പോൾ അയ്യോ അത്രയും രൂപ ആയോ, നിങ്ങളെന്നാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ കമൻറ്റ് പറയുന്നവന്മാരുണ്ടല്ലോ. ഈ പണ്ട് പറയല് തിന്നേയില്ല തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞ വർക്കും അത്. അങ്ങനെയുള്ളവന്മാരൊന്നും രാജ്യത്തിന് വേണ്ട. അവരൊക്കെ വല്ല UK-ക്കോ കാനഡയ്ക്കോ ഒക്കെ പൊക്കോ. കാരണം എന്നാണെന്നറിയാം, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പണിയെടുത്തോളും നല്ലപോലെ. പാത്രം കഴുകുകയും അങ്ങനെ എല്ലാ പണിയും ഒരു ബുദ്ധിമുട്ടില്ലായി. ഇവിടെ പണിയെടുക്കുന്നതിന് കുറ്റം പറയുന്ന ആൾക്കാർ അത്രേ ഉള്ളൂ. എനിക്ക് പിന്നൊരു പ്രശ്നം എടുത്തു. ഇപ്പം ഞാൻ സോൾവ് ചെയ്യും. എന്നാണ് ഞാൻ കണ്ടുപിടിക്കും. കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കണ്ടുപിടിച്ചേ അടഞ്ഞു ഞാൻ.
ഓക്കെ ആയി. അപ്പോൾ അത് ബോർഡിൻ്റെ കംപ്ലൈൻറ്റ് ഇതാണ്ട് ഹലോ വന്നു. ഈ ബോർഡ് ഓക്കെ ആയി. ആ ബോർഡിൽ എന്തോ വേറെ പ്രശ്നം. ഇനി ഓണാക്കാം. ഹലോ ഓഫായി. ഇത് USB ലൈറ്റ് ഒക്കെ വന്നു. അപ്പം ആ പവർ സപ്ലൈക്ക് വേറെ കംപ്ലൈൻറ്റ് കാണും. അല്ല ആ മറ്റേ പവർ സപ്ലൈക്ക് ഇതൊക്കെ ആയി. ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കുത്തിയിട്ട് ഒരു പാട്ടിട്ടാലോ? ഇല്ല, പാട്ടൊന്നും ഇടാൻ പറ്റില്ല. ഇത് ഒരെണ്ണം ശരിയായതേ ഉള്ളൂ. 2 പുതിയ IC കിട്ടും അല്ലേ? 2 പുതിയ കിട്ടും. ഗോഡ്. മാർക്കറിഞ്ഞെടുത്ത് ഇനി അടുത്തൊരു വർഷം പ്ലാൻ. അടുത്തേത് അതിനകത്ത് അടുത്ത IC ഇടാൻ പോകണം. കാല് ക്ലീൻ ചെയ്യാണ്. രഹസ്യമായിട്ടൊന്നും ചെയ്യുമല്ല. കാല് ക്ലീൻ ചെയ്യുന്നതാണ്. ഇപ്പം നല്ലപോലെ പിടിക്കണമെന്നുണ്ടെങ്കിൽ കാല് ക്ലീൻ ചെയ്യണം. നല്ല തിളങ്ങണം കാല്. അല്ല സോൾഡറിങ് ഒന്നും പിടിക്കുകയില്ല. പിടിച്ചില്ലെങ്കിൽ കണക്ഷൻ ശരിയായില്ല. കണക്ഷൻ ശരിയായില്ലെങ്കിൽ സംഗതി ഓടിയില്ല. അപ്പോൾ അടുത്ത IC ഇടുവാണ്. ഇപ്പോൾ IC 2 പല്ലുള്ളത്തോട്ട് അരമാർക്കുള്ളത് പുറത്ത് ഇവിടെ കുത്ത്. ഓക്കെ ഇട്ടു. സോൾഡർ ചെയ്യാൻ പോവാണ്. ഒരാഴ്ചയും കൂടെ ഉണ്ട് മാറാൻ. അതും കൂടെ മാറി നോക്കാം. ഏതാണ് നമ്മൾ കുത്തിനിട്ട്? ഇത് അത് പഴയത്. അത് പുതിയിട്ട് ഏത്? ഇത് പുതിയത്. അത് പഴയത്. പഴയത് വേണ്ട നമുക്ക് കഴിക്കാം.
ഇതെല്ലാം എടുത്ത് കളയാമെന്നുള്ളതാണ് ആവശ്യം കഴിഞ്ഞതേ. അതെവിടെയെങ്കിലും സർക്യൂട്ടോ വല്ലതും മുട്ടുവോ എന്തെങ്കിലും ചെയ്താൽ 8ൻ്റെ പണി കിട്ടുവേ. ഐ സി എടുത്തെല്ലാം തീർന്നോ? മേടിച്ചെല്ലാം തീർന്നെന്ന് തോന്നുന്നു. ഇപ്പം എല്ലാ പവർ സപ്ലൈക്കും ഐ സി മാറിയോണ്ട് ശരിയാകത്തില്ല. ഇപ്പോൾ ഒരു 4-5 മാറിയതിൽ 2 റെഡിയായുള്ളൂ. ബാക്കി പവർ സപ്ലൈ റെഡിയാകുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ വേറെ പവർ സപ്ലൈ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വേറെ പവർ സപ്ലൈ നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ച് വേണം അത് ചെയ്യാൻ. അപ്പം ഐ സി പോയും വരാറുണ്ട്, അല്ലാതെ ബോർഡിന് വേറെ കംപ്ലൈൻറ്റ് കൊണ്ടും വരാറുണ്ടെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ബാക്കി കംപ്ലൈൻറ്റുകൾ റിപ്പയർ ചിലതൊക്കെ റിപ്പയർ ചെയ്തെടുക്കാൻ വലിയ പാടാണ്. ഹൈ വോൾട്ടേജ് കയറിപ്പോയതൊക്കെ വലിയ പാടാണ്. ചെറിയ SMD കണ്ടമാനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിന് നമ്മൾ വേറെ പവർ സപ്ലൈ വെക്കേണ്ടി വരും. അതേ നടക്കുകയുള്ളൂ. അപ്പം ശരിയായത് മാറ്റുകയാണ്, അല്ലാത്തതിന് വേറെ പവർ സപ്ലൈ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയി ഓക്കെ ആയിട്ടുണ്ട്. 2 പവർ സപ്ലൈ എൻ്റെ 2 ഐ സി മാറിയതല്ലേ? 2 ഐ സി മാറിയ ഇതൊക്കെ ആയ ഒരു സെറ്റാണ്. സ്ക്രൂ ഇട്ടാൽ മതി. ഇതങ്ങോട്ട് വെച്ച് ആ സീറ്റൊക്കെ കയറ്റിയ സീറ്റിലോട്ട് വെച്ച് ഒരു സെറ്റിൻ്റെ പവർ സപ്ലൈ എത്ര ചെയ്തിട്ടും അങ്ങ് ശരിയാകുന്നില്ല. കാരണം അത് നമ്മൾ ഐ സി ഒക്കെ മാറി എല്ലാം ശരിയാക്കി ഓക്കെ ആക്കി വെച്ചാലും പിന്നെ അത് കുറേ കഴിയുമ്പോൾ വേറെ പ്രശ്നങ്ങൾ കാണിക്കുകയാണ്. അത് ഇടിവെട്ടിയതാണെന്ന് തോന്നുന്നു. ഹൈ വോൾട്ടേജ് കയറിയതാണ്. ഇടിവെട്ടി കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ഇരുന്ന ഒരു പവർ സപ്ലൈ തന്നെ വെച്ച് റെഡിയാക്കി വിടുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാ കംപ്ലൈൻറ്റും ഒരുപോലെയാണെന്ന് നമുക്ക് ധരിക്കാൻ പറ്റത്തില്ല. ഓരോന്നിനും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന പവർ സപ്ലൈ ഉണ്ട്, റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റാത്ത പവർ സപ്ലൈ ഉണ്ട്. അപ്പോൾ എല്ലാം അങ്ങ് റിപ്പയർ ചെയ്തെടുക്കാം, എല്ലാം പാർട്സ് മാറത്തില്ല എന്ന് ചോദിച്ചാൽ പലതും സാധ്യമല്ല. അത് എങ്ങനെയാണ് ഇത് പോയിരിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പം അത് വിവേകത്തോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഒരു ടെക്നീഷ്യൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഒറ്റബുദ്ധിക്കാരനെ പോലെ എല്ലാം ഒന്നാണെന്ന് തന്നെ വിചാരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നല്ല ക്ഷമയോടുകൂടി സഹിച്ച് മെനക്കെട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കി ചെയ്യുമ്പോഴാണ് ഒരു സെറ്റ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കുറേ സെറ്റുകളുടെ, അതായത് 3-4 സെറ്റിൻ്റെ മദർ ബോർഡ് പ്രശ്നമുള്ളതുണ്ട്. ആ മദർ ബോർഡ് പ്രശ്നമുള്ള സെറ്റുകൾ ആണ് ഇനി അടുത്തത് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത്. അതൊരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ജോബാണ്. എന്നാലും കുറേ എണ്ണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അതിനായിട്ടാണ് ഇനി അടുത്ത് ശ്രമിക്കാൻ പോകുന്നത്. പവർ സപ്ലൈയുടെ പരിപാടി ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. കാരണം ഇനി പവർ സപ്ലൈയിൽ അത് പണിത് ഇടിവെട്ടിയ പവർ സപ്ലൈക്കൊന്നും സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഐ സി മാറ്റി നോക്കുന്നു, അത്യാവശ്യം വോൾട്ടേജ് നോക്കുന്നു. അവിടെ പിന്നെ SMD എന്ന് പറഞ്ഞാൽ മണൽ പോലെ SMD അതേ കിടക്കുന്നത്. അതെല്ലാം ഓരോന്ന് തപ്പിയെടുത്ത് ചെയ്യാന്നൊക്കെ പറയുന്ന പ്രാക്ടിക്കൽ അല്ല. എല്ലാവരും കൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയവും പോകും.
ചേട്ടാ സെൻട്രൽ സ്പീക്കർ താഴെ ഇരിക്കുക. വയറ് നല്ലപോലെ ഇത് ഇല്ല കൂച്ചി കെട്ടല്ലേ, ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കെട്ടി വെച്ചിരുന്നതാണ്. അങ്ങനെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് കെട്ടണേ. നീളമുള്ള 2 എണ്ണേ ഉള്ളൂ. അത് നല്ലപോലെ അടുക്കിക്ക്, എങ്ങനെയല്ലോ ഇരുന്നേ, നല്ലപോലെ അടുക്കിയിട്ട് കറക്റ്റായിട്ട് കെട്ടി വെക്കുക. ഒരു പെൻഡ്രൈവ് എടുത്തേക്ക്. ഇപ്പോൾ നമ്മൾ പെൻഡ്രൈവ് കുത്തുന്നു. ഫങ്ഷൻ TV എന്ന് പറഞ്ഞാൽ HDMI ബ്ലൂടൂത്ത് ഓഡിയോ USB. പ്ലേ അടിക്കാൻ റിമോട്ട് ഉണ്ടായാൽ എളുപ്പമുണ്ട്. ഫോമിൽ വന്നു റിമോട്ട് ഇവിടെ ഞാൻ അതിൻ്റെ കൂട്ട് ഏതെങ്കിലും റിമോട്ട് സോണിയിലായിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല, ഇതാണെങ്കിലും മതി. ഇതിൻ്റെ റിമോട്ട് ഉണ്ടോ? പെൻഡ്രൈവ് ഇട്ട് ബ്ലൂടൂത്ത് നോക്കിയേക്കാം. ബ്ലൂടൂത്ത് FM HDMI 2 വന്നു. ഈ സോണിയുടെ IV300 എന്ന് പറഞ്ഞ ഈ സെറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേ കാലത്തിന് മുമ്പേ വന്ന ഒരു സെറ്റാണിത്. പക്ഷേ അതിപ്പോൾ സോണി ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇത്രയും നല്ലൊരു സെറ്റ് ഇപ്പം അവൈലബിൾ അല്ല താനും. ഇപ്പം സൗണ്ട് ബാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒരു ഇതുമില്ലാതെ അങ്ങ് മാറിയിരിക്കുക കാര്യങ്ങൾ. ഈ സെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അടിപൊളി സെറ്റാണെന്നറിയാം. ഇതിന് പകരം വേറൊരു സെറ്റ് വെക്കാനില്ല. പക്ഷേ എന്തുകൊണ്ടാണോ കാലത്തിൻ്റെ മാറ്റം കൊണ്ടായിരിക്കാം പ്രൊഡക്ഷൻ നിർത്തിക്കളഞ്ഞു. ഇപ്പോഴും കിട്ടിയാലും ഇത് ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന സെറ്റാണ്. കാരണം കാലത്തിന് മുമ്പേ വളർന്ന സെറ്റാണിത്. അതാണ് IV300. അതാണ് ആൾക്കാർ ഇന്നും ഇതിനെ സ്നേഹിക്കുന്നതും നന്നാക്കി എടുക്കാൻ ശ്രമിക്കുന്നതും. ഇത് ബ്ലൂടൂത്തിൻ്റെ ഓഡിയോ നമ്മൾ നോക്കുകയാണ്. റിയൽ ഓഡിയോ തന്നെ ഇടാം. അപ്പോൾ പീസായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം സ്പീക്കറെല്ലാം കൊടുത്ത് വെച്ചിരിക്കുക. ഞാൻ 10 വിളിച്ചു ഞാൻ എല്ലാം പറഞ്ഞുതരാം.
ഡെലിവറി ചെയ്തേക്കാം. ഓക്കെ ആയി.